ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നമുക്ക് വൈകിട്ട് ചായക്ക് പകരമായിട്ടൊക്കെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5-10 കാഷ്യൂ നട്ട്സ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ കുറച്ച് റൈസിൻസ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി സെയിം ഗീയിലോട്ട് തന്നെ നമുക്ക് ഒരു 5-10 ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റണം. ഈ ഡേറ്റ്സൊക്കെ ഗീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഇത് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതും ഗീയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് സെയിം ഓയിലിലോട്ട് തന്നെ ഞാനിവിടെ 1 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്ത സേമിയാണ് ഉള്ളതെങ്കിൽ കൂടി ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കണ്ട് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാതെ സേമിയ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ആ കട്ടി കൂടിയ സേമിയ വാങ്ങരുത്. ഇതുപോലുള്ള കുറച്ച് തിന്നായിട്ടുള്ള സേമിയ നോക്കിയിട്ട് വാങ്ങുക. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഗീയിലോട്ട് ഡയറക്റ്റായിട്ട് മിൽക്ക് ഒഴിക്കുമ്പോൾ ചിലപ്പം പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സേമിയ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ 3 റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഏത് ചെറുപഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നേന്ത്രപ്പഴം എടുക്കരുത്. റോബസ്റ്റോ പൂവൻപഴമോ ഏതെങ്കിലും പഴം നിങ്ങൾക്ക് എടുക്കാം. ഇതിനി തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ 4ആയിട്ട് പീസാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് സേമിയ നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര കണ്ട് ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കുന്ന രീതിയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വൈകിട്ട് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അല്പം തിക്കായിട്ടുള്ളൊരു രീതിയിലാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ കഴിക്കുമ്പോഴായിരിക്കും ഇതിന് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ സേമിയയുടെ അളവ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ 3 പഴവും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അതേസമയം തന്നെ സേമിയ നന്നായിട്ട് വെള്ളം ഡ്രൈ ആയി പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, സേമിയ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പഴം ഉടക്കരുത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഇനി ഞാനിവിടെ 4 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ സേമിയയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പഴത്തിലോട്ട് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പഴം ഉടഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പായസം തയ്യാറാക്കുമ്പോൾ ശർക്കര ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്നും പായസത്തിൽ ചേർക്കുന്നത് പോലെ 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം തിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, നിർബന്ധമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 300 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ml ഉണ്ടാവും. ഇനി വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ഡേറ്റ്സ് ഇതൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും ഈ പായസത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കാഷ്യൂ നട്ട്സും റൈസിൻസും ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, പഴമൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. ഇതിലോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു 4 ഏലക്കായ കൂടി ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് ചായക്ക് പകരമായിട്ടൊക്കെ ഈ ഒരു പായസം മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാണ്. സെർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും നമുക്ക് മുകളിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വെറൈറ്റി പായസം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നും പറയുന്നത് പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.